നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിക്കുന്നു. സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അക്രമങ്ങളും വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ വിയോജിപ്പുകൾ മറന്ന് പ്രതിരോധം തീർക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാകുന്നത്. സാമൂഹിക വിപത്തിനെതിരെ ഒന്നിക്കാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ചർച്ചയാകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റെ നടപടികളിലെ വീഴ്ചയും വിയോജിപ്പും ചർച്ചയിൽ പ്രകടിപ്പിച്ചെങ്കിലും ലഹരിക്കെതിരെ കർമ്മ പദ്ധതി തയ്യാറാക്കി സർക്കാർ ഇറങ്ങിയാൽ ഒപ്പം നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉറപ്പു നൽകി. സമീപകാല സംഭവങ്ങൾ അതീവ ഗൗരവതരമാണെന്നും പല മുഖങ്ങളും പല തലങ്ങളിലുമുള്ള വിഷയമാണെന്നും ഒരു ചർച്ച കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങളെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതീവ ഗൗരവമുള്ള വിഷയമാണിതെന്നും ഒരു ഭാഗം നിയമ നടപടിയാണെന്നും അത് കർശനമായി എടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്രമസമാധാന പ്രശ്നം മാത്രമല്ലെന്നും രാഷ്ട്രീയമായി ചുരുക്കി കാണേണ്ടതില്ലെന്നും കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമോത്സുകത കാണേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ വളർന്നുവരുന്ന ലഹരി ഉപയോഗത്തിൻ്റെയും അക്രമ പരമ്പരകളെയും കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളിയിൽ പ്രകോപിതനായ പിണറായിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രമേശ് ചെന്നിത്തല മിസ്റ്റർ മുഖ്യമന്ത്രി എന്നല്ലേ വിളിച്ചതെന്നും അല്ലാതെ പണ്ട് മുഖ്യമന്ത്രി വിളിച്ചതുപോലെ എടോ ഗോപാലകൃഷ്ണ എന്നല്ലോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കഴിഞ്ഞ 4 വർഷവും മുഖ്യമന്ത്രിയെ അപമാനിച്ചു ഒരു വാക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും ഞാൻ ഇരിക്കുന്ന ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരായിരുന്നവരെ പറഞ്ഞതൊക്കെ ഓർമ്മിപ്പിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല. ഇത്ര മോശമായി തയ്യാറാക്കിയ ബിൽ നിയമസഭയിൽ ഇതിന് മുമ്പ് അവതരിപ്പിച്ചില്ലെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം. UGC മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ബില്ലെന്നായിരുന്നു മന്ത്രി R ബിന്ദുവിൻ്റെ മറുപടി. പ്രൊഫസർ ചാൻസലർ എന്ന നിലക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നിലവിൽ തന്നെ അധികാരങ്ങളുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രാജ്യത്തെ ഏറ്റവും മികച്ച പബ്ലിക് സർവീസ് കമ്മീഷനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 275 ലക്ഷം നിയമനങ്ങൾ 8 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് PSC വഴി നടന്നു. ഇത് രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധ ആകർഷിച്ചതാണ്. നിയമങ്ങൾ വെട്ടിക്കുറക്കണമെന്ന് മുറവിളിയുണ്ടായിരുന്ന കാലത്താണ് കേരള PSCയുടെ മികച്ച പ്രവർത്തനമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നിയമനം 2.75 ലക്ഷം എന്ന് തിരുത്തി വായിക്കാൻ അപേക്ഷ. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBIക്ക് കേസ് കൈമാറാത്തതിൻ്റെ കാരണങ്ങൾ നിർത്തി കോടതി. സുതാര്യമായ അന്വേഷണം നടക്കില്ലെന്ന ആശങ്ക മാത്രം കണക്കിലെടുത്ത് കേസ് CBIക്ക് കൈമാറാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. പരാതിക്കാരിയുടെ ആശങ്കയ്ക്ക് കഴമ്പുണ്ടാകണമെന്നും സംസ്ഥാന പോലീസ് അന്വേഷണം വഴിതെറ്റിയെന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാനായില്ലെന്നും ഹർജിക്കാരിക്ക് ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരെപ്പറ്റി പരാതിയില്ലെന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ADMൻ്റെ ഭാര്യ നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പ്രതിപക്ഷ MLA റോജി M. ജോൺ സഭയിൽ പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന 50 കൊലപാതകങ്ങളിൽ 30 എണ്ണവും ലഹരി കൊണ്ടാണെന്ന് പോലീസ് പറയുന്നു. കൊലപാതകം യഥേഷ്ടം നടക്കുമ്പോഴും പക്ഷേ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും ലഹരി മാഫിയകളിലെ വലിയ തിമിംഗലങ്ങളെ പോലീസ് പിടികൂടുന്നില്ലെന്നും പലപ്പോഴും പിടിയിലാകുന്ന ലഹരി മാഫിയകളിലെ അവസാന കണ്ണിയാണെന്നും റോജി M. ജോൺ തുറന്നടിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന രാപ്പകൽ സമരത്തിൻ്റെ 23-ാം ദിവസം ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ച്. ഓണത്തേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ 62 വയസ്സിൽ ആശാവർക്കർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളിൽ ഉറച്ചു നിന്നാണ് ആശാവർക്കർമാരുടെ പ്രക്ഷോഭം. ആശാ വർക്കർമാർക്ക് രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഓണറ്റേറിയം നൽകുന്നത് കേരളമാണെന്ന് നിയമസഭയിലും ആവർത്തിച്ച് മുഖ്യമന്ത്രി വീണ ജോർജ്.
NHM പദ്ധതിയിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട 600 കോടി കിട്ടാൻ പ്രതിപക്ഷം കൂടി ഇടപെടണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. രാപ്പകൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ച് നടക്കാനിരിക്കെ ഭരണപക്ഷമാണ് ഇന്ന് വിഷയം ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ കൊണ്ടുവന്നത്. സമരത്തെ അവഹേളിക്കുന്ന ഭരണകൂടം ചവറ്റുകുട്ടയിലാകുമെന്ന് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KK രമ MLA പറഞ്ഞു. ഇവിടെ ഒരു സമരത്തിനും CPMന്റെ തിട്ടൂരം വേണ്ടെന്നും അവരുടെ മുദ്രാവാക്യം ഏറ്റെടുക്കാനല്ല സമരമെന്നും രമ പറഞ്ഞു. ഏത് ആശാവർക്കർക്കാണ് ഇവിടെ 13,000 രൂപ കിട്ടുന്നതെന്നും മന്ത്രി പച്ചക്കള്ളം പറയുകയാണെന്നും മുഖ്യമന്ത്രി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും രമ പറഞ്ഞു. കേരളത്തിൽ നിന്ന് കയറധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മെഷീനുകൾ വെനസ്വേല വാങ്ങിയതായി മന്ത്രി P. രാജീവ്. കേരളത്തിൽ നിർമ്മിച്ച വിവിധതരം മെഷീനുകൾക്കാണ് വെനസ്വേലയിൽ നിന്ന് കയർ മെഷീൻ മാനുഫാക്ചറിംഗ് കോർപ്പറേഷന് ഓർഡർ ലഭിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് SSLC 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്നലെ തുടക്കമായി. 4,27,021 കുട്ടികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. ആകെ 2,980 കേന്ദ്രങ്ങളിലാണ് കുട്ടികൾ SSLC പരീക്ഷ എഴുതിയത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലും ഏറ്റവും കുറവ് കുട്ടികൾ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലുമാണ്. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ കൂടുതൽ കേസുകളിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അനിയനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമ്മൂട് പോലീസ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഡോക്ടർമാർ അനുമതി നൽകിയാൽ പ്രതിയെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും. ജയിലിലേക്ക് മാറ്റിയാൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി അഫാനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കുടുംബത്തിനെതിരെ യൂട്യൂബ് ചാനലുകൾ വഴി നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന ADM നവീൻ ബാബുവിൻ്റെ മകൾ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി അച്ഛൻ്റെ സഹോദരനെതിരെ അപവാദ പ്രചരണം നടത്തുന്നുവെന്നും കേസടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അച്ഛൻ്റെ സഹോദരനാണെന്നും അദ്ദേഹത്തെ ചില ആളുകൾ യൂട്യൂബ് ചാനലുകളിലൂടെ മനഃപൂർവ്വം മോശപ്പെടുത്തുകയും അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണെന്നും അവർ പറഞ്ഞു. പ്രതിഭ MLAയുടെ മകൻ കനിവ് പ്രതിയായ കഞ്ചാവ് കേസിലെ 2 സാക്ഷികൾ കൂറുമാറി. തകഴി സ്വദേശിയായ 2 പേരായിരുന്നു കേസിലെ സാക്ഷികൾ. കഞ്ചാവ് ഉപയോഗം കണ്ടില്ലെന്നാണ് ഇവർ മൊഴി മാറ്റിയത്. പ്രതിഭയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുമ്പിൽ സാക്ഷികൾ മൊഴി മാറ്റിയത്. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ പ്രധാന പ്രതിയുടെ പിതാവിനെയും പ്രതി ചേർത്തേക്കും. ഷഹബാസിനെ ആക്രമിക്കാനുള്ള നഞ്ചക് നൽകിയത് ഇയാളെന്ന വിലയിരുത്തലിലാണ് ഈ നീക്കം. പ്രതികളിൽ ഒരാളുടെ പിതാവ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഡ്രൈവറാണ്. 3 പ്രതികളും താമരശ്ശേരി സ്കൂളിൽ നേരത്തെ ഉണ്ടായ സംഘർഷങ്ങളിലെ പ്രധാനികളാണെന്നും പുറത്തു വന്നിട്ടുണ്ട്. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണമുണ്ടായിരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി KE ബൈജു പറഞ്ഞു. കുട്ടികൾ എന്ന നിലയിലായിരുന്നില്ല മർദ്ദിച്ചവരുടെ ആലോചനയെന്നും കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ടെന്നും ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും പോലീസ് മേധാവി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.